എൻ്റെ കൃഷ്ണൻകുട്ടി ഞാൻ ഇന്നലെ വന്നപ്പോഴാണ് വിവരം അറിഞ്ഞു. മോളുടെ അവിടെയായിരുന്നു. എന്താ ഉണ്ടായി? എന്തു പറയാനാ പണിക്കരേട്ടാ, സമയമായി, ആള് പോയി. മാലതി ഒറ്റയ്ക്കായില്ലേ? അതെ, അവിടുന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും. എവിടുന്നേലും ഒരു വീട് തരപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് ഞാൻ. അതൊക്കെ കൃഷ്ണൻകുട്ടി തരപ്പെടുത്തിക്കോളൂ. അതിനെന്താ വേണ്ടച്ചാ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ എൻ്റെ വഴിക്കൊന്ന് അന്വേഷിക്കാം. പിന്നെ വൈകുന്നേരം അതുവഴി നിന്ന് വരണം കേട്ടോ. ഈ ഒരവസ്ഥയിൽ പെട്ടെന്ന് വീടൊഴിച്ച് കൊടുക്കണമെന്ന് ശേഖരനാർ പറയാൻ വഴിയില്ല. എന്തായാലും അയാൾ കുറച്ച് സാവകാശം തരും. അതിനിടയിൽ ഏതെങ്കിലും ഒരു വീട് തൽക്കാലം താമസിക്കാൻ തരപ്പെടുത്താം. പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കുറച്ച് പണം കിട്ടാനുണ്ടല്ലോ. തളർന്നിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് നോക്കാം. എന്തായാലും ആരുമില്ല, ഒറ്റയ്ക്കായി അങ്ങനൊന്നും വിചാരിക്കരുത്. അതെ, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പെട്ടെന്നിങ്ങനെ പോവാന്ന് വെച്ചാ. അതെ, വിഷമം എല്ലാവർക്കും ഉണ്ട്. എന്നുവെച്ച് നമ്മളിങ്ങനെ ആഹാരം കഴിക്കാണ്ട് ദുഃഖിച്ചു വരുന്ന തമ്പിയേട്ടൻ്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല. ദേവു, നീ ഒന്ന് അടുക്കളയിലേക്ക് ചെന്ന് ഇത്തിരി ചോറോ കഞ്ഞോ എന്തേലും ഒന്ന് കാലാക്ക്. മാലതി എടുത്തി വരൂ, എണീക്കൂ. അടുക്കളയിൽ എന്തൊക്കെയാ ഉള്ളത് നമുക്കറിയില്ലല്ലോ. ചെല്ലുന്നേ. മോൻ വന്നിട്ടുണ്ട്. മോനോ? എന്താ പൂ? അതെ, മാധവേട്ട് വന്നിട്ടുണ്ട്. വേഗം വരാൻ പറഞ്ഞു. അവൻ മാത്രമേ ഉള്ളൂ? ആ, അനിയൻ വന്നിട്ടുണ്ടത്രേ. എന്തിനാണാവോ? എന്നാ വേഗം ചെല്ല്. അരി വാർത്ത് വെച്ചിട്ടുണ്ട്, ഉപ്പിലിട്ടതുമുണ്ട്. കഴിക്കണേ, കഴിക്കാതിരിക്കരുത്. കിഷൻകുട്ടിയേട്ടൻ വന്നോളൂ. നീ കൊറേ നേരമായോ മാധവ വന്നിട്ട്? എന്തേ പെട്ടെന്ന്? മീനാക്ഷിയുടെ കല്യാണം തീർച്ചയാക്കി. ഓ, ആരാ? ഇവിടെ മണത്തറ നാണാരുടെ മേനാ. ദിവസം തീർച്ചയാക്കിയോ? ഇല്ല, അതിന് നേരത്തെ അവിടെ വേണമല്ലോ. കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പുറപ്പെട്ട അവിടെ എത്തുമ്പോഴേക്കും ഇരുട്ടാവില്ലേടാ? വേഗം പുറപ്പെട്ടാ മതി. അപ്പോ ആ കുപ്പായ എടുത്തിട്ട്. എന്താ മാധവ? മീനാക്ഷിയുടെ കല്യാണം തീർച്ചയാക്കി. അപ്പോ അടുത്തേ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നാ. ഒന്ന് വേഗം നടക്കെന്റെ കുട്ടിയെ. അതെ, നാളെ കാലത്തെ ചെക്കന്റെ വീട്ടുകാര് വരുന്നുണ്ട് അത്രേ ദിവസം തീർച്ചയാക്കാൻ. പറ്റിയാ ഞാൻ നാളെ തന്നെ മടങ്ങാം. ഇല്ല അച്ഛ, മറ്റന്നാ. അതെ, അടുക്കളയിൽ അരിയും സാമാനങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. ദേവു, മാലതി വല്ലോ കഴിച്ചോ? ഞാൻ അരി വറുത്തിട്ടാ വന്നത്. കഴിച്ചിട്ടുണ്ടാവും. ഞാനങ്ങട്
ആരുമില്ലേ ഇവിടെ? നാട്ടിലുണ്ടായിരുന്നില്ല. ഇന്നലെ വീട്ടിലെത്തിയപ്പോഴാ വല്ലാത്ത ദുഃഖം തോന്നി. മാലതി ഒറ്റയ്ക്കാണല്ലേ. എന്താ ചെയ്യാ? ഇരിക്കൂ. ഒരു ചെറിയ സഹായം ചെയ്താ വലിയ ഉപകാരമാവും. എന്തു വേണമെങ്കിലും ചെയ്യാം, പറഞ്ഞോളൂ. 1 മാസം കൂടി സമയം തരണം. വേറെ വീട് വാടക കിട്ടിയിട്ടില്ല. അതിനെന്താ, ഇനി ഇവിടെ തന്നെ താമസിച്ചോളൂ. ജപ്തി ചെയ്യില്ല, പോരെ? പക്ഷേ നിങ്ങളുടെ കടം മുഴുവൻ തീർക്കാൻ ഇനിയും കുറച്ച് സമയം കൂടി വേണ്ടി വരും. കടത്തിനെ പറ്റി ഞാൻ പറഞ്ഞില്ലല്ലോ, അത് വിചാരിച്ച് വിഷമിക്കണ്ട. വലിയ സഹായമായി. പക്ഷെ എന്നെയും സഹായിക്കണം. ഞാനോ? എങ്ങനെ? ഞാൻ ചില സമയത്ത് കാണാൻ വരും. വെറുപ്പ് തോന്നരുത്. എനിക്കോ? ഞാൻ നന്ദിയില്ലാത്തവളാണെന്ന് തോന്നിയോ? വേറൊന്നുമല്ല, ഞാനിവിടെ വന്നു പോകുന്നത് ആരും അറിയരുത്. നിങ്ങൾ എന്താ വിചാരിച്ചത്? എനിക്ക് തന്നെ സഹായമൊന്നും വേണ്ട. ചതിക്കാൻ നോക്ക. നിർത്ത്, മതി. എന്നോട് അധികാരം കാണിക്കാൻ താനാരാ? ഇനി മിണ്ടരുത്. പൊടി, നന്ദിയില്ലാത്ത കഴുതേ. ഞാനിപ്പോ വരാം. എവിടേക്കാ? ഇതിപ്പോ അങ്ങനെ വിട്ട് കളഞ്ഞാൽ നാളെ കൂടി വരികയേ ഉള്ളൂ. ചോദിക്കാനും പറയാൻ ആരും ഇല്ലെന്നുള്ള അയാളുടെ വിചാരം. ഞാൻ പോരാം. നിക്കോ. ഏ ഇനിയിപ്പോ ഇതൊന്നും ചോദിക്കാനും പറയാനും നിൽക്കണ്ട. അവരൊക്കെ വലിയ ആളുകളാ, നമ്മൾ പാവങ്ങളാ. വഴക്കിട്ട് ജയിക്കാനൊന്നും പറ്റില്ല. പിന്നെ ആവശ്യമില്ലാത്തതൊക്കെ നാട് മുഴുവൻ പറഞ്ഞു നടക്കും. അയാൾ ഒന്നിനും മടിക്കാത്ത ഒരു വഷളനാണെന്ന് മനസ്സിലായില്ലേ? അവരോടൊക്കെ എതിർക്കാൻ നിന്നിട്ട് എന്തെങ്കിലും പറ്റിപ്പോയാ ദേവനും അപ്പൂനും പിന്നെ ആരാ? ദേവുവിൻ്റെ അനിയത്തിലെ കല്യാണ നിശ്ചയ. അവളും അപ്പം കൂടെ തറവാട്ടിലേക്ക് പോയിരിക്കുക. ഞാൻ ഒന്ന് വീട്ടിൽ കയറി രാത്രി ആകുമ്പോഴേക്കും എന്തെങ്കിലും കഴിച്ചിട്ട് ഇങ്ങോട്ട് വരാം. ആ, ഒരു പായ പുറത്ത് വെച്ചാൽ മതി. അല്ല, അടുക്കളയിലേക്ക് എന്തെങ്കിലും വാങ്ങേണ്ടതായിട്ട് ഒന്നുമില്ല. ആ, ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട, അകത്ത് കയറിയിരുന്നുള്ളൂ. ആ, എന്തേ പോയില്ലേ? ഇല്ല, ഞാൻ ഇന്ന് രാത്രി വരില്ല. എന്തേ? മോൾക്ക് സുഖമില്ല. എന്താ സൂക്കേട്? പനി നീരളക്കോ. വീട്ടിലാരുമില്ല. ശരി. എന്താടോ? അവിടുന്ന് വേഗം ഇറങ്ങി കൊടുക്കണമല്ലോ പണിക്കരേട്ടാ. ആ ശേഖരൻ നായരെ കൊണ്ടുള്ള ശല്യം തുടങ്ങി കഴിഞ്ഞു. തൽക്കാലം ഞാൻ കുഞ്ഞുണ്ണേട്ട വീട് വരെ പോയിട്ട് വരാം. കുറച്ച് കലശിലത്രേ. മക്കളും മരുമക്കളൊക്കെ എത്തിയിട്ടുണ്ട്. നേരം വെളുപ്പിക്കൊരു സംശയ. അയ്യോ, എന്താ പിന്നെ ഞാൻ കൂടെ വന്നാലോ? പോന്നോളൂ. അല്ലെങ്കിൽ കാണാൻ പറ്റിയില്ലെങ്കിലോ?
എന്താ ഇതൊക്കെ? ഇവിടെ നിൽക്കണ്ട, അകത്തേക്ക് വരും. നിൽക്കൂ. എന്താ ഉണ്ടായെന്ന് പറയേ. ഉമ്മറത്തേക്ക് കല്ലെറിയ ദാ എറിഞ്ഞു പൊട്ടിച്ചു. ഞാൻ ഇത്ര നേരം പേടിച്ചകത്തിരിക്കായിരുന്നു. ആ, മാലതി ഇവിടെ ഒറ്റയ്ക്കാന്ന് അവൻ അറിയാലോ. പേടിപ്പിച്ചതാ, പെട്ടെന്ന് ഇറങ്ങിക്കൊടുക്കാനേ. ആ, കഥ കടച്ചോളൂ. അയ്യോ, ഇവിടെ കിടക്കണ്ട. ഇവിടെയാ കിടക്കേണ്ടത്. ഉമ്മറത്ത് ആണുങ്ങളുണ്ടെന്ന് അവൻ അറിയണം. അതെ, കഥ കടച്ച് സമാധാനമായിട്ട് പോയി കിടന്നോളൂ. ആ ആ. അല്ല കുഞ്ഞുണ്ണേ, എന്റെ സംശയം ഇതൊന്നുമല്ല. ഇത്രയും കല്ല് ഈ ചാത്തരത് എവിടെ നിന്ന് കിട്ടി? എന്തൊക്കെ കൃഷ്ണകുട്ടി കേൾക്കണത്? ഇന്നലെ രാത്രി എന്താ ഉണ്ടായത്? എന്ത് പറയാനാ എൻ്റെ മൊയ്തു? കല്ലെടുത്ത് ഉമ്മറത്തേക്ക് എറിയുക, വിളക്കെറിഞ്ഞ് പൊട്ടിക്കുക. ഒരു പാവ സ്ത്രീയോട് അയാൾ എന്തിനാ പരാക്രമം കാണിക്കുന്നത്? ആര്? ആരാ ഇതൊക്കെ ചെയ്യിക്കണമെന്ന് എനിക്കറിയാം. എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ആരുമില്ല, ഒറ്റയ്ക്ക് താമസിക്കുക പാവം. അവരുടെ നേരെയാ. ഒറ്റയ്ക്കല്ലെന്നാണല്ലോ കേട്ടത്. പിന്നെ കൂട്ടുണ്ടായിരുന്ന ആള് പോയില്ലേ? പോയി, എന്നാലും രാത്രി കൂട്ടുകിടക്കാൻ ആളുണ്ടല്ലോ. അല്ലെങ്കിലും അതല്ലടോ അതിന്റെ ഒരു മര്യാദ. ഉടമസ്ഥൻ തട്ടിപ്പോയാ അയാളുടെ സ്വത്തുവകകളൊക്കെ കാര്യസ്ഥനല്ലേ നോക്കി നടത്തേണ്ടത്. ഈ സ്വത്തുവകളെന്നൊക്കെ പറയുമ്പോ ഭാര്യ ആ കൂട്ടത്തിൽ പെടുമല്ലോ, ഇല്ലേ? പിന്നെ ചുരുക്കത്തിൽ കൃഷ്ണൻകുട്ടിയേട്ടന് നല്ല കാലം വന്നു എന്ന് സാരം. എന്താടാ പറഞ്ഞത്? കൃഷ്ണൻകുട്ടിയാ, ആരെങ്കിലും എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞെന്ന് വെച്ച് ഈ എന്തിനാ പോലെ മേക്കെട്ട് കയറുന്നത്? നടക്കേ, ഞാൻ കുറച്ച് കാശ് രാത്രി വീട്ടിലെത്തിക്കാം. ശരി 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 കൃഷ്ണൻകുട്ടിയെ. നിങ്ങൾക്കൊക്കെ എന്തിന്റെ സൂക്കാടാണ്ടോ? ശേഖരൻ നായരോടാ കളി. അയാൾ മുന്നും പിന്നെ നോക്കില്ല. പറഞ്ഞു കൊടുത്തേക്ക് അയാളോട്. കൃഷ്ണൻകുട്ടിയേട്ടനെ അവിടെ എല്ലാരും അന്വേഷിച്ചു കേട്ടോ. അതെ, ഒക്കെ തീർച്ചയാക്കി. മീനമാസം 7-ാം തീയതിയാ കല്യാണം. കിളിയൂർ അമ്പലത്തിൽ വെച്ചിട്ടാ. നല്ല ചെക്കൻ. പണ്ടത്തിന്റെയും പണത്തിന്റെയും കാര്യമൊക്കെ അമ്മാവൻ നോക്കാന്നാ പറഞ്ഞത്. കൃഷ്ണൻകുട്ടിയേട്ടനൊന്ന് അവിടെ വരെ പോണം. ഞാൻ ഒന്ന് ഇറങ്ങിയിട്ട് വരാം. എവിടേക്കാ? ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാലേ പോണ വഴിക്ക് അമ്പലത്തിൽ കയറിയിട്ട് മീനാക്ഷിയുടെ പേർക്കൊരു പുഷ്പാഞ്ജലി കഴിപ്പിക്കണം. ഇതാ ചീട്ട്. അതിനൊന്നും എനിക്കിപ്പോ സമയമില്ല. മാലതിക്ക് ഒരു വാടക വീട് നോക്കണം. അവിടുത്തെ കാര്യമൊക്കെ ആകെ കുഴപ്പമായിരിക്കുക. എന്ത് കുഴപ്പം? ഇന്നലെ രാത്രി ആരൊക്കെയോ ആ വീട്ടിലേക്ക് കല്ലെറിഞ്ഞ് നാശാക്കി. എന്റെ ദൈവേ, കല്ലെറിയേ? ആരാത്? ഇരുട്ടത്തെറിയണവരെ എങ്ങനെ അറിയാം ആരാന്ന്?